നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വലിയൊരു ഫോൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിഫ്റ്റി വെറും 87 പോയിന്റ്സ് താഴ്ന്ന് 24,768 ക്ലോസ് ചെയ്യുന്നത്. ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് കോൾ സൈഡുകാർക്കും പുട്ട് സൈഡുകാർക്കും ഒരുപോലെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ മന്ത്ലി ക്ലോസിംഗ് ആയിട്ടുള്ള ഈ ദിവസം. സെൻസെക്സ് 296 പോയിന്റ്സ് താഴ്ന്ന് 81,186 നിഫ്റ്റി ബാങ്ക് 189 പോയിന്റ്സ് താഴ്ന്ന് 55,962 മിഡ് ക്യാപ് സൂചിക 542 പോയിന്റ്സ് താഴ്ന്ന് 57,401 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50യിലെ 50ൽ 39 സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നഷ്ടത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അദാനി എന്റർപ്രൈസസ്, ടാറ്റ സ്റ്റീൽ, അംബുജ സിമൻസ്, വേദാന്ത തുടങ്ങിയവയായിരുന്നു. സൺ ഫാർമ 2% ഇടിഞ്ഞു. ഒന്നാം പാദത്തിലെ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയ റിസൾട്ടുകൾ പുറത്തു വന്നതോടെയാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. കൂടാതെ വർദ്ധിച്ച ക്രെഡിറ്റ് ചിലവ് കാരണം IIFL ഫിനാൻസ് ഏകദേശം 6% ഇടിഞ്ഞു. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറിയതിൽ HUL ആയിരുന്നു മുന്നിൽ നിന്നത്. 3% ഉയർന്നത്. ഒന്നാം പാദത്തിൽ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ട് പുറത്തു വന്നതാണ് സ്റ്റോക്ക് ഉയരാൻ കാരണമായത്. മറ്റൊരു സ്റ്റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ആയിരുന്നു. 3% നേട്ടമുണ്ടാക്കി. കമ്പനി പുതിയ ഓഹരികൾ നേരിട്ട് പ്രൊമോട്ടർമാർക്ക് ഒരു നിശ്ചിത വിലയ്ക്ക് ഇഷ്യൂ ചെയ്തു, അതായത് പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി. അത് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയതുകൊണ്ടാണ് സ്റ്റോക്ക് ഉയർന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി കുറച്ച് സ്റ്റോക്കുകളിലെ നമ്മുടെ വ്യൂസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതിന് മുന്നേ ആയി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസത്തേക്ക് വെറും 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2-3 സ്റ്റോക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഏഞ്ചൽ വൺ ആണ്. സ്റ്റോക്കിൽ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ ലോവർ എൻഡ് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിലുമാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജൂണിൽ സ്റ്റോക്ക് ഏകദേശം 3270 ലെവലിലൊക്കെ ആ ഒരു ഹൈ ഒക്കെ ടച്ച് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു ലോ വരികയാണെങ്കിൽ ഏകദേശം 20% ഒരു ഇടിവ് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ടത് 2600 ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ്. ഇനി ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2450 ആണ്. ഇപ്പോഴത്തെ വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം കമ്പാരിറ്റീവ്ലി ആവറേജ് വോളിയത്തെക്കാൾ കുറവാണ്. അതായത് ബിയറിഷോ ബുള്ളിഷോ ആയിട്ടുള്ള ഒരു വോളിയം കൺഫർമേഷൻ നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ RSI ഇപ്പോൾ 38ലാണ്, ഒരു ഓവർസോൾഡ് സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഇനി അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ, അതായത് ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ അപ്സൈഡിലെ റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. മറ്റൊരു സ്റ്റോക്കിൻ്റെ വ്യൂവിലേക്ക് വരാം. അടുത്തത് KPIT ടെക്നോളജീസ് ആണ്. സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് 1226 എന്ന ലെവലിലാണ്. അപ്സൈഡിലെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു 1412 മുതൽ 1451 വരെയുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. മുൻപ് പലതവണയും, അതായത് 2025 ഫെബ്രുവരി മാസത്തിലും 2025 ജൂൺ മാസത്തിലും ഈ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ഒന്ന് റിവേഴ്സ് ചെയ്തത്. അതിനുശേഷം ഡൗൺ സൈഡിലെ ആ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ അത് 1316 ആയിരുന്നു. ജൂൺ മാസത്തിലെ ആ ഇടിവോടുകൂടി സ്റ്റോക്ക് ആ ലെവൽ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായി ആക്ട് ചെയ്യുന്നത് 1211 ആണ്. അപ്സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 1316 ആണ്. അതിനുശേഷം അപ്സൈഡിലെ ആ ഒരു സോൺ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 1157 ഡൗൺ സൈഡിലെ മറ്റൊരു സപ്പോർട്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി മറ്റൊരു സ്റ്റോക്കിലേക്കാണ്. സ്റ്റോക്ക് ഇന്ത്യൻ എനർജി റിന്യൂവബിൾ, അതായത് IREDA എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 147 എന്ന നിലയിലാണ്. സ്റ്റോക്ക് ഇപ്പോൾ ഒരു ഓവർസോൾഡ് സിറ്റുവേഷനിലാണുള്ളത്. അതായത് 145 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ഏരിയയാണ്. അവിടെ നിന്നുമാണ് ഇന്നൊരു ബൗൺസ് ബാക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് നമുക്കൊന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിലുകളാണ് സ്റ്റോക്കിൽ ഫോം ആവുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായാലും ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ ആദ്യം നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുക 160 ആണ്. ഇന്ന് ആക്റ്റീവായ കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഈ സ്റ്റോക്കുകളൊന്നും ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത്തരത്തിൽ കൂടുതലായിട്ട് ചാർട്ട് പാറ്റേണുകളും കൂടാതെ
ചാർട്ടിനെ കുറിച്ചും കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും കൂടുതലായിട്ട് ഇൻഡെപ്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് ആസ്പെക്റ്റുകളിലൂടെ നമ്മൾ ഈ ക്ലാസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ നാളെ രാവിലെ വീണ്ടും പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി.